ഒരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും നമ്മളിവിടെ ചേരുന്നുണ്ട്. ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീ ജോസഫ്, പറഞ്ഞോളൂ, താങ്കൾക്ക് എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത്? ജോസഫ്, അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? എന്നാ പറഞ്ഞോളൂ. ഇത് ഈ ആക്സിഡന്റ് സമയം അന്ന് തൊട്ട് ഈ റോഡിന് എല്ലാരും കുറ്റം പറയുന്നുണ്ടല്ലോ. എല്ലാ ചാനലിലും എല്ലാ വാർത്തയിലും ഈ റോഡിനെ പറ്റി കുറ്റം പറയുകയാണ്. ഈ റോഡിനെ വടിയെടുത്ത് അടിച്ച് അതിന് നേരെ മാർഗത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇത് റോഡ് ഉപയോഗിക്കുന്നവരൊന്ന് മനസ്സിലാക്കണ്ടേ? ഈ റോഡിന്റെ കണ്ടീഷൻ ഇതാണ്, ഈ രീതിയിൽ കൂടെ പോണം എന്ന് ഈ റോഡ് ഉപയോഗിക്കുന്നവരൊന്ന് മനസ്സിലാക്കണ്ടേ? ഒരു ശരി വളവ് കണ്ടാല് അതൊരു വലിയ വളവാന്ന് വണ്ടി ഓടിക്കുന്നവനോടൊന്ന് മനസ്സിലാക്കണ്ടേ? ജോസഫ് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, റോഡ് മാത്രമല്ല, റോഡ് ഉപയോഗിക്കുന്നവരുടെ യാത്രാ സംസ്കാരവും പ്രശ്നമാണ്. പട്ടാമ്പിയിൽ നിന്ന് കൃഷ്ണൻകുട്ടി കൂടിയുണ്ട്. പറഞ്ഞോളൂ ശ്രീ കൃഷ്ണൻകുട്ടി. ഹലോ സാറേ, നമ്മുടെ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പുരോഗതിയിലാണ്. വീതി കൂട്ടിക്കൊണ്ടും നല്ല മിനുസമുള്ള റോഡുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരുകൾ. ജനങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ റോഡുകളെല്ലാം ഒരു മഴ ചാറുമ്പോൾ എണ്ണ ഇട്ട പോലെ മിനുസപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ആഞ്ചി കൊണ്ട് പോകുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. ഇത് നമ്മൾ വളവുകളിൽ, അതുപോലെ തന്നെ വളവുകളിലെ കർവിന്റെ ബോർഡുകളും റിഫ്ലക്ടറുകളും വെച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എല്ലാം എടുത്തുപോയോ വാഹനത്തിന്റെ സ്പീഡ് ഗവർണേഴ്സ്, അതും കൂടെ നമ്മൾ പരിശോധിക്കപ്പെടണം. എല്ലാ ഡ്രൈവർമാരും വാഹനം നല്ല റോഡ് കാണുമ്പോൾ അതിവേഗം ചവിട്ടി വിടുന്നു അറിയാതെ. അവരങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോ, നല്ല സ്ലോവിൽ മിനുസമായി പോകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നൊരു കുഴപ്പം കൂടെ ഉണ്ട്. അതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ റോഡ് എഞ്ചിനീയർമാർ എനിക്കിതിനോട് പറയാനുള്ളത്. തീർച്ചയായും രണ്ടും താങ്കൾ പറഞ്ഞ പോയിന്റുകളോടൊക്കെ യോജിപ്പ് തന്നെയാണുള്ളത്, അല്ലേ പൂജ? ഇക്കാര്യത്തിൽ കാരണം ഒന്ന്, നമ്മുടെ റോഡുകൾ, നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ കാലാവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ വാഹനം ഓടിക്കാനും. അതെ.